എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ കട്ട തൈര് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇനി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒഴിച്ചിട്ടും ഒഴിക്കാതെയും നമ്മൾ തൈര് തയ്യാറാക്കുന്നുണ്ട്. ഞാനിവിടെ 4 രീതിയിലാണ് ഈ തൈര് തയ്യാറാക്കുന്നത്. നല്ല കട്ട തൈര് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഒഴിച്ചിട്ട് തയ്യാറാക്കിയ തൈരാണ്. ഇതിൽ ഞാൻ കോയിനാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് പച്ചമുളക്, അതുപോലെ ഇതിനകത്ത് ഞാൻ ചുമന്ന മുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 4 രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല കട്ട തൈരാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. കട്ട തൈര് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണ്. പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫുൾ ക്രീം മിൽക്കാണ് ചേർക്കുന്നത്. ഇത് 1 കപ്പ്, ഇത് 2 കപ്പ്. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. 3 കപ്പ്, അതായത് ഞാൻ 3/4 ലിറ്റർ പാല് കൊണ്ടാണ് ഞാൻ ഈ തൈര് തയ്യാറാക്കുന്നത്. അങ്ങനെ ഞാൻ സോസ് പാൻ എല്ലാം സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് നന്നായി തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും പാട കെട്ടാതെ തന്നെ പാല് തിളച്ച് തൂവാതെ തന്നെ നമുക്ക് പാല് നന്നായി തിളപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ പാലിൽ തന്നെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് നേരം സ്ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എങ്കിലാണ് നല്ല കട്ടിയായിട്ടുള്ള കട്ട തൈര് കിട്ടുകയുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിയുന്ന സമയത്തായിരിക്കും പാല് തിളച്ച് തൂവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെയാണ് ഇത് തിളയ്ക്കുള്ളൂ. അതുപോലെ തന്നെ തിളച്ച് തൂവാതെ നമുക്കത് നോക്കാൻ പറ്റുന്നതാണ്. ഞാനത് തിളച്ച് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ച് വെച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇളക്കി തിളപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും പാടയൊന്നും കെട്ടിയിട്ടില്ല. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി തണുക്കേണ്ട ആവശ്യമില്ല. ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർക്കണം. എങ്കിലാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് നമുക്ക് കിട്ടുകയുള്ളൂ. എപ്പോഴും ഫുൾ ക്രീം മിൽക്ക് വെച്ചിട്ട് തൈര് തയ്യാറാക്കുകയാണെങ്കിൽ തന്നെ നല്ല തിക്കായിട്ടുള്ള തൈര് കിട്ടുന്നതാണ്. അതിനത് തിളച്ച പാല് ഞാൻ തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞ് ഇളം ചൂടുള്ള സമയത്താണ് നമ്മളതിലേക്ക് ഒഴിക്കേണ്ടത്. അങ്ങനെ നമ്മൾ പാലൊക്കെ ഇറക്കി വെച്ച ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇളം ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ചൂട് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളൊരു സ്പൂൺ എടുത്ത ശേഷം അതിൽ 1 ഡ്രോപ്പ് പാല് നമ്മുടെ കയ്യിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഒരു ഇളം ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കാതെയാണ് തൈര് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഞെട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പാല് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഴുകി എടുത്തിട്ടുള്ള പച്ചമുളകിലേക്ക് നമുക്ക് പാല് ചേർക്കാം. ഒരു ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കുന്നത്. അടുത്ത പാത്രത്തിൽ ഞാൻ ഒഴിക്കാതെ തന്നെയാണ് തൈര് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ഉണക്കമുളകും അതിൻ്റെ 2 ഞെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കും ഇളം ചൂട് പാല് ചേർക്കാം. 2 തവി പാലാണ് ഇതിലും ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ചേർത്തിട്ടുള്ള തൈരാണ്. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചേർത്ത തൈരിലേക്ക് 1 തവി പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം തൈരും പാലുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതാ പാലും തൈരുമായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാലൻസ് പാലും ചേർത്ത് സാധാരണ ഒഴിച്ച് തൈര് തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കാം. ഇളം ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം പാലുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈരൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ തണുപ്പ് സമയത്താണെങ്കിൽ കൂടുതൽ സമയം വേണം തൈരായി കിട്ടാൻ. ചൂട് സമയത്താണെങ്കിൽ 8 തൊട്ടിട്ട് 11 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തൈരായി കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൈരായി കിട്ടുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു കോയിനാണ്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കോയിനാണ് നമ്മൾ പാത്രത്തിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂട് പാല് ചേർക്കാം. അതിനത് ഞാൻ ബാലൻസ് പാലും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്.
അങ്ങനെ ഇത് 4 പാത്രത്തിൽ 4 തരത്തിലാണ് നമ്മൾ തൈരാവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ രാവിലെയാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ ഈ പാലെല്ലാം ഇളക്കാതെ അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓവർനൈറ്റാണ് ഞാനിപ്പോൾ അടച്ചു വെക്കുന്നത്. അപ്പോൾ ഞാനിത് അടച്ചു വെക്കുകയാണ്. ഇനി ഇളക്കാതെ എടുത്ത് വെക്കണം. അങ്ങനെ ഇത് രാവിലെ നമ്മൾ തൈര് ഒഴിച്ചെല്ലാം തുറന്ന് നോക്കുകയാണ്. ഇത് നമ്മൾ ഒഴിച്ച് ഉണ്ടാക്കിയ തൈരാണ്. ഇതാ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, പാത്രത്തിൽ തന്നെ വിട്ട് വരാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളിനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ തൈരിൽ നിന്നും ലഭിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഉണക്കമുളക്, അതായത് ചുമന്ന മുളക് ഇട്ട ശേഷം അതെന്താ ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് ഒഴിക്കാതെ തയ്യാറാക്കിയ തൈരാണ്. അപ്പോൾ രാവിലെ നോക്കിയ സമയത്ത് തൈര് അത്ര തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാസറോളിലേക്കാണ് ഇറക്കി വെച്ചത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ തന്നെ നല്ല തിക്കായിട്ടുള്ള തൈര് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4മതായിട്ട് ഞാൻ കോയിനാണ് ഇട്ട് വെച്ചിട്ട് തൈര് തയ്യാറാക്കുന്നത്. അത് രാവിലെ നോക്കിയപ്പോൾ അത്ര തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതേ രീതിയിൽ കാസറോളിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാ ഇപ്പം നോക്കിയേ, നല്ല തിക്കായിട്ടുള്ള തൈര് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തണുപ്പ് കാലത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ കാസറോളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൈരായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ തൈര് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല കട്ട തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചിട്ട് തയ്യാറാക്കിയ തൈരാണ്. ഇത് ഞാൻ കോയിനിട്ട ശേഷം തയ്യാറാക്കിയിട്ടുള്ള തൈരാണ്. ഇതാ നല്ല കട്ട തൈര് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും കോയിൻ എടുത്ത് മാറ്റാം. ഇനി നമ്മൾ എടുക്കുന്നത് പച്ചമുളക് ഇട്ടിട്ടുള്ള തൈരാണ്. ഇതാ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഞെട്ടി ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ എടുക്കുന്നത് ഉണക്കമുളക് ഇട്ട് തൈരാക്കിയതാണ്. ഇതാ നല്ല കട്ട തൈരായിട്ട് തന്നെ ഇതും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഉണക്കമുളകും അതുപോലെ തന്നെ ഞെട്ടി ഒന്ന് എടുത്ത് മാറ്റാം. എനിക്ക് കൂടുതൽ സമയം എടുത്തത് പച്ചമുളക് ഇട്ട് തൈരാക്കിയതും അതുപോലെ തന്നെ കോയിനിട്ട് തൈരാക്കിയതിനുമാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തത്. രാവിലെ ആയപ്പോൾ തന്നെ ഉണക്കമുളക് ഇട്ടതും അതുപോലെ തന്നെ ഒഴിച്ചതും നല്ല തിക്കായിട്ടുള്ള തൈരായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ തൈര് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഗ്ലാസിൻ്റെ പാത്രങ്ങളായിരുന്നു. ഗ്ലാസിൻ്റെ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തൈര് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അഥവാ തൈര് ആവുന്നില്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു കാസറോളിനകത്ത് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം ആ ചൂടുവെള്ളം കളഞ്ഞ ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ തൈരാക്കി ഒഴിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് തൈരാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാത്രം ഈ ഒരു കാസറോളിലേക്ക് ഇറക്കി വെച്ചാൽ മതി. 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ തൈരായിട്ട് സെറ്റാവുന്നത് കാണാം. അതുപോലെ തന്നെ ഈ പച്ചമുളക് ഇട്ട് തയ്യാറാക്കിയ തൈരിന് ഒരു പ്രത്യേക ഒരു മണവും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുന്നതാണ്. അങ്ങനെത് നമ്മൾ ചെയ്തിട്ടുള്ള 4 രീതിയിലൂടെ നമുക്ക് തൈര് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പം ഇനി ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഉണക്കമുളകോ അതല്ലെങ്കിൽ പച്ചമുളകോ അതല്ലെങ്കിൽ കോയിനും ഇട്ട ശേഷം നമുക്ക് തൈര് തയ്യാറാക്കാവുന്നതാണ്. ഇത് ഞാൻ ഒഴിച്ചിട്ടുള്ള തൈരാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Thank you.